ഫ്ലവർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ അതിഥിയെ എത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വളരെ സുപരിചിതനായ ശ്രീ രാജൻ തോമസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ണറായ ശ്രീ വിക്രം. ഏതൊരു മലയാളിയും അല്ലെങ്കിൽ ഏതൊരാളുടെയും ഒരു ആഗ്രഹമാണ് ഒരു വീട് എന്നുള്ളത്, അല്ലെ? അപ്പം എസ്പെഷ്യലി നമ്മളെ മലയാളികളുടെ ഒരു എല്ലാവരുടെയും ഇറ്റ്സ് അവർ ഡ്രീം ടു ബിൽഡ് എ ഹൗസ്. It's very important to know and how to get the mortgage, and so please explain. Okay. ഞങ്ങൾക്ക് ഒരുപാട് ഈ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഈ സിഡ്നിയിലോ അല്ലെങ്കിൽ ഇവിടെ മാത്രം നിൽക്കുന്നതല്ല. ഞങ്ങൾ ഈ കസ്റ്റമേഴ്സ് ഈ 32,000 കസ്റ്റമേഴ്സ് മണിയിലുണ്ടെന്ന് പറഞ്ഞാൽ മലയാളികൾ മാത്രമല്ല, മറ്റുള്ള നാഷണാലിറ്റീസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. ഇദ്ദേഹത്തിനൊക്കെ റഫ്ലി ഒരുപാട് നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അപ്പോൾ ഈ കസ്റ്റമേഴ്സിലേക്ക് മാത്രം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോലും അവർക്ക് സർവീസ് കൊടുക്കാന്നുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഈ സിഡ്നിക്ക് പുറത്ത് ഞങ്ങൾക്ക് റഫറൽ ഏജൻസികളുണ്ട്. കാരണം ഞങ്ങളുടെ മണിയിലെല്ലാ മറ്റുള്ള സ്റ്റേറ്റുകളിലും മറ്റുള്ള മേജർ സിറ്റികളിലും നമ്മൾക്ക് റഫറൽ ഏജൻസി ഉണ്ട്. ആ ഏജൻസിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോൾ ഒരു പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങളെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ അവരിലേക്ക് നമ്മളുടെ ട്രസ്റ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡെബോയിൽ ഡെബോയിൽ ഒരാൾ നിങ്ങളിലേക്ക് ചിലപ്പോൾ അറിയും, നിങ്ങളെ അറിയുന്നതില്ല. നിങ്ങൾ കൊടുക്കുന്ന ട്രസ്റ്റാണ് അവരുടെ വിശ്വാസം. അതിൽ അങ്ങനെയാണ് ഞങ്ങൾക്ക് കൂടുതലും ആളുകൾ ഞങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് വിളിക്കുന്നത്. ഇങ്ങോട്ട് വിളിച്ചാണ് പറയുന്നത്. ഞങ്ങളോട് കുറെ ആൾക്കാർ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി വീട് എടുത്തിട്ടുണ്ട്. അപ്പം ഒരു ചോദ്യമാണ്, നമുക്ക് ഇവിടെ സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി വേണോ അതോ ടെമ്പററി വിസയിലുള്ളവർക്ക് മോർഗേജ് കിട്ടുമോ? ഇല്ല, ടെമ്പററി വിസയിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, അത് കിട്ടാൻ പ്രയാസമാണ്. 489 വിസ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് മാത്രം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഈ 489 വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% PR ആവുന്ന ഒരു വിസയാണ്, ഓട്ടോമാറ്റിക് കൺവേർട്ട് ആവും. അതുകൊണ്ട് ബാങ്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അവർക്ക് അതിനകത്ത് കൺസേൺ ഇല്ല. കാരണം എംപ്ലോയർ ആയിട്ടുണ്ട്, അവർക്ക് ഓട്ടോമാറ്റിക് അത് PR കിട്ടുന്നതാണ്. അല്ലാത്ത സാഹചര്യം നമുക്ക് പെർമനന്റ് റെസിഡൻസോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പോ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ, കാരണം ഇതൊരു ഇത്രയും ലോൺ ലെൻഡ് ചെയ്യുമ്പോൾ ഓവർസീസ് സിറ്റിസൺ ആണെങ്കിൽ അവർക്കത് സെക്യൂരിറ്റി ഇല്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി അത് ചെയ്യണം. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളിപ്പോൾ ഏറ്റവും കുറച്ച് കൊടുക്കുന്ന ബാങ്കുകളിലാണ് നമ്മൾ ചെയ്യുന്നത്. ബിഗ് 4 ബാങ്ക്സിനകത്ത് നമ്മളിപ്പോൾ 4 വർഷത്തെ ഫിക്സഡ് ഉണ്ട്, 2 വർഷത്തെ ഫിക്സഡ് ഉണ്ട്, പിന്നെ വേരിയബിൾ ഉണ്ട്. ഇതിനെല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ആ ഏറ്റവും നല്ല രീതിയിൽ അവർ സ്യൂട്ടബിൾ ആവുന്നു, ഏതാണ് അവരുടെ പ്രൊഫൈൽ നമ്മൾ നോക്കിയിട്ട് എവിടെ സ്യൂട്ടബിൾ ആവുന്നു അവിടത്തേക്കായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. അതെല്ലാം അവരോട് എക്സ്പ്ലെയിൻ ചെയ്യും. ഏറ്റവും സെറ്റ് കാര്യങ്ങൾ കസ്റ്റമേഴ്സിനോട് പറയണമെന്നാണ് നിയമം. അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരാളോട് പറയാതെ നമ്മൾ കയറി ഫിക്സ് ചെയ്യാതെ കഴിഞ്ഞാൽ ഒരു ബ്രോക്കർ നിലയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഗെയിൻ ഉണ്ടായിരിക്കും, പക്ഷെ അത് ഇല്ലെങ്കിൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രോബ്ലം ആണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടെലിഫോണിൽ നമ്മൾ അവരുടെ പെർമിഷനോട് റെക്കോർഡ് ചെയ്യും, അത് നമ്മളൊരു ഫയലിലേക്ക് എത്തിക്കും. അപ്പൊ നമ്മള് ഇപ്പൊ മോർഗേജിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ആസ് എ കസ്റ്റമർ നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഒരു ഫാക്ട് ഷീറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് അവർക്ക് ആദ്യം ഒരു ഇമെയിൽ മേടിക്കും. എന്നിട്ട് നമുക്ക് വേണ്ടിയ സാധനങ്ങളുടെ ഒരു റൂൾസ് എന്തൊക്കെയാണെന്നുള്ള ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് നമുക്ക് അവർക്ക് ഇമെയിൽ അറ്റാച്ച് ചെയ്യും. ആ ഇമെയിൽ നോക്കുമ്പോൾ ഇപ്പൊ കാരണം അല്ലെങ്കിൽ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ചോദിക്കുമ്പോൾ അവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും, നമുക്ക് ഒരു ഫാക്ട് ഷീറ്റിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് റിക്വയർമെന്റ് ഉണ്ടായിരിക്കും. അത് അവരുടെ പ്രീവിയസ് എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി, അവരുടെ കറന്റ് എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി, നമ്പർ ഓഫ് ചിൽഡ്രൻസ്, ഇതെല്ലാം. അത് എത്ര നമ്പർ ഓഫ് ചിൽഡ്രൻ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്, കാരണം അത് എക്സ്പെൻസിനെ ബാധിക്കുന്നു. ഓക്കെ, അപ്പം മോർഗേജിന് 2 പാർട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ജോലി ഒരു ഭാഗമാണ്. രണ്ടാമത് നമ്മളൊരു വീട് കാണുമ്പോൾ ആ വീടിന് എത്ര വിലയുണ്ട് എന്നുള്ളതും ഒരു കൺസെപ്റ്റാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വീട് 800,000 നിങ്ങൾ കണ്ടു, ബാങ്ക് ചിലപ്പോൾ വീടിന് 800 കാണണമെന്നില്ല. ഓക്കെ, അവര് ചിലപ്പോൾ കാണുന്ന ചിലപ്പോൾ 750 ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ലോൺ അവർ അപ്രൂവ് ആക്കും. പിന്നെ ഒരാൾക്ക് ഒരു 1 മില്യൺ ലോൺ വർത്തുള്ളൊരു വീട്, ചിലപ്പോൾ അയാൾ 500,000 അതിനകത്ത് ലോൺ ബാക്കിയുള്ളെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കിട്ടണമെന്നില്ല. അവിടെ സർവീസബിലിറ്റി എന്ന് പറഞ്ഞ രണ്ടാമത്തെ പാർട്ട് വരും. സർവീസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നോക്കുന്നത് ഇവർക്ക് ഇത് റീപേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ. ഈവൻ 500 ആണെങ്കിൽ പോലും മന്ത്ലി പേയ്മെന്റ് ഉണ്ട്. അത് അടയ്ക്കാൻ എന്താണ് അവരുടെ ജോലിയായിട്ട് കമ്പനി. ഒന്ന് നമ്മൾ അസറ്റിന്റെ വാല്യൂ, 2 സർവീസബിലിറ്റി എന്ന് വെച്ചാൽ അവരുടെ ജോബിനെ സംബന്ധിച്ച് ജോബ് സെക്യൂർ ആണോ. ആ സെക്യൂർ ആണെങ്കിൽ ഈസിലി മേക്ക് ദ റീപേയ്മെന്റ്. അതാണ് ഇതെല്ലാം ഞങ്ങൾ വെരിഫൈ ചെയ്ത് ഞങ്ങൾ തന്നെ അസസ് ചെയ്തതിനു ശേഷം മാത്രമേ ബാങ്കിലേക്ക് ഞങ്ങൾ അത് പ്രോസസ് ചെയ്തു. കാരണം ആദ്യം നമുക്കറിയാം എന്തൊക്കെയുണ്ട്,
കാരണം അല്ലെങ്കിൽ ആളുകൾ കൊണ്ട് പൈസ കൊടുത്തിട്ട് അതെ പിന്നെ ആ സമയത്തിലൂടെ നടന്നില്ലെങ്കിൽ അവർ നമ്മളെ ബ്ലെയിം ചെയ്യും. ഈവൻ ദെയർ മിസ്റ്റേക്ക് അവർക്ക് അതങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾക്ക് കസ്റ്റമർ ഈസ് റൈറ്റ് എന്നുള്ള പോളിസി ഉള്ളതുകൊണ്ട് അതെ അതെ നമ്മളെല്ലാവരോട് ആദ്യമേ പറയും. എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. താങ്ക് യു. അപ്പം ഇങ്ങനെ ഒരു മോർഗേജ് ലെൻഡ് മണി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ അതിന് ലൈസൻസ് കാര്യങ്ങളും എല്ലാം വേണ്ടേ? തീർച്ചയായിട്ടും വേണം. കാരണം നമുക്ക് ആദ്യം മോർഗേജ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിക്കണം. ഓക്കെ അതിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണം. 2 തരം കോഴ്സാണുള്ളത്. ബേസിക് ആയിട്ട് ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ് 4 എന്നും, പിന്നെ അതിന് കൂടുതലായിട്ട് ഹയർ ആയിട്ട് ചെയ്യണമെങ്കിൽ ഡിപ്ലോമ, ബിസിനസ് ലോണുകളൊക്കെ ചെയ്യാൻ വേണ്ടി. സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, പിന്നീട് ഒരുപാട് വേറെ കടമ്പകളുണ്ട്. നമ്മുടെ ഫിനാൻസിൽ നമ്മൾ ഇതിൽ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് FPWA മെമ്പർഷിപ്പ് എടുക്കണം, അസോസിയേഷൻ മെമ്പർഷിപ്പ് വേണം. അതിന് കുറെ പ്രൊസീജിയർ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. പിന്നെ കൂടുതൽ ഏത് ബാങ്കിൽ നമുക്ക് ലോൺ വേണം, ആ ബാങ്കിന്റെ എല്ലാ അക്രഡിറ്റേഷൻ പാസ്സായിരിക്കണം. അക്രഡിറ്റേഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതും അവരുടെ വേറെ ടെസ്റ്റ് ഉണ്ട് ബാങ്കുകളുടെ. ഇതിനായിട്ട് മോർഗേജ് ടെസ്റ്റ് വേറെ. അതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അവരിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂ. പിന്നെ അത് കൂടാതെ നമുക്ക് മെന്റർ വേണം, അഗ്രിഗേറ്റർ വേണം, ഇതെല്ലാം ഉണ്ട്. അതൊരു സർട്ടൻ പ്രോസസ്സാണ്. നമ്മളത് എല്ലാം കഴിഞ്ഞതാണ്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മളെ മലയാളികളെ എസ്പെഷ്യലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവർക്ക് ലൈസൻസ് ഉണ്ടോ? നമുക്ക് അറിയത്തില്ലല്ലോ നിങ്ങള് പ്രോപ്പർ ആണോ എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ലൈസൻസ് കുറെ കടമ്പകൾ കടന്നിട്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇവര് വന്നിട്ടുള്ളത്. അപ്പം ഇവര് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നു പോകുന്ന ബിസിനസ് ആണ്. So we talked about in Malayalam. So what about North Indians? How are you helping them? In Australia, we have massive Indian diaspora, especially South Indian and North Indian. Yes. So basically, we around 12 years back we started this to help our community back, because they have given us so much, so we are trying to give them back, to help them so that they get whatever best solution possible, because nowadays you can see there are a lot of bad people in the market. Yes. So we don't want anything to happen to our Indian community especially. Yes. So that's why we are trying our best, wherever we can help them out. Yes. So that's why we have made that one-stop shop, we have money remittance, money transfer services, we have travel, and because of massive database and our customer demand, we have entered into mortgage also. Yes. And that is a very good thing because at least they have somebody to trust on. Yes. Because that's especially for us, like Indian, we are outside India, and we need somebody to trust on. Yes. So that's why we started this to give back to community whatever they have given us so many years. Yeah. And we are trying to help them out. So what are the requirements required to get a house loan? So it's a dream for everyone to build a house or buy a house. So what are the It's requirements? truly sad, like Rajan explained it to you. Yeah. It is a very simple procedure, but it all depends, customer background, their work jobs, how skilled their jobs are. So, it's, for example, if you come to us, we request first take your details in something document called fact sheet. Yeah. So we take all the detail and then we request for documents to cross check that. Yes. Because we don't want to submit anything which is not right, people sometimes they want to hide something, but we are straightforward people, because we try to help people, but because since we are honest, we want people to be honest with us. Yes. And banks also love to have those people on board. Have clear, their finances are clear, and that's what we put everything in stepwise. Everything cross check, and we go through serviceability, and then we check whatever the best possible outcome for customer, we can get it. And we advise them, these are a couple of options. So we have detailed talk with them, and then whatever they then they're settled on, then we proceed further for that. And from there we have helped so many people, and everybody is happy till now. നമ്മളിപ്പോ അക്കൗണ്ട് നമുക്കുള്ള ഒരു ബാങ്കിൽ നമുക്ക് സ്ട്രേറ്റ് പോയിട്ട് ലോൺ എടുക്കാം.
അപ്പം അതും നിങ്ങൾ വഴി പോകുന്നതും തമ്മിൽ എന്താണ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഗോയിങ് ത്രൂ യു? അഡ്വാൻറ്റേജ് ടു ദ കസ്റ്റമർ അല്ലേ? Yes. ഓക്കെ. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു ബാങ്കിലേക്ക് അപ്രോച്ച് ചെയ്താൽ ആ പെർട്ടിക്കുലർ ബാങ്ക് അവരുടെ പ്രോഡക്റ്റ് മാത്രമേ സെല് ചെയ്യുള്ളൂ. അവരുടെ ലോൺ എന്താണോ അത് മാത്രമേ വരൂ. ഇപ്പോൾ നിങ്ങൾ CBI ലാണ് ചെന്നെങ്കിൽ CBIയുടെ പ്രോഡക്റ്റേ ചെയ്യാൻ, അവർക്ക് വെസ്റ്റ്പാക്കിന്റെ പ്രോഡക്റ്റോ ഏൻസിന്റെ പ്രോഡക്റ്റോ സെല് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്ക് അക്രഡിറ്റേഷൻ എല്ലാ ബാങ്കുകളും ഉണ്ട്. ബാങ്ക് അല്ലാത്ത ക്രെഡിറ്റ് യൂണിയൻസ് ഉണ്ട്. ഇവരെല്ലാം നമുക്ക് പിന്നെ 2 ടയർ ബാങ്ക് സെക്കൻഡ്, അതായത് അടുത്ത ലെവൽ ബാങ്ക് സൺകോപ്പ്, ബാങ്ക് ഓഫ് ക്യൂൻസ്റ്റാൻഡ്, ഈ ബാങ്കുകളുമായിട്ടും ഉണ്ട്. അപ്പൊ എവിടെയാണ് ഏറ്റവും നല്ല ഇൻട്രസ്റ്റ് റേറ്റും ഏറ്റവും നല്ല സർവീസും കിട്ടുന്നതെന്ന് ഞങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങളെ അവിടേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ബാങ്കിൽ മാറി നിങ്ങളുടെ അക്കൗണ്ട് ഇല്ലാത്ത ബാങ്കിൽ നമ്മൾ ലോൺ ചെയ്താൽ നിങ്ങൾ അവിടെ പോയി പുതിയ അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമോ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങേണ്ട കാര്യമോ നിങ്ങളുടെ സാലറി ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമോ ഒന്നുമില്ല. അതെല്ലാം നമ്മൾ തന്നെ ആ പെർട്ടിക്കുലർ നിങ്ങൾ ഏത് ബാങ്കിൽ നിങ്ങളുടെ സാലറി വരുന്നു അവിടെ നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അക്കൗണ്ട് കോമൺവെൽത്ത് ബാങ്കിലാണെങ്കിൽ ഞാൻ പുതിയ ലോൺ എടുക്കുന്നത് ANZ-ലാണ്. ANZ-ൽ ഒരു ഫോം ഉണ്ട്, ഡെബിറ്റ് ഫോം. ആ ഡെബിറ്റിൽ നിങ്ങളുടെ CBI അക്കൗണ്ട് കൊടുത്താൽ മന്ത്ലി ആ അക്കൗണ്ടിൽ പോയിട്ട് ഡെബിറ്റ് ആയി ലോൺ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതെല്ലാം നമ്മൾ ചെയ്യും, എല്ലാം നമ്മൾ തന്നെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുക. ചില ആളുകൾക്ക് ഒരു സംശയമാണ്, ഓ ഇനിയിപ്പോ എനിക്ക് എല്ലാം ഒന്നേന്ന് തൊട്ട് ബാങ്ക് അക്കൗണ്ട് മാറി വരണം. അങ്ങനൊന്നുമില്ല. ഓക്കെ, അത് ബാങ്കാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവരുടെ പേരിൽ. അവർ ഓൺലൈനിൽ കൊടുക്കും ലോണിന് വേണ്ടി മാത്രം. അത് അവർക്ക് ട്രാക്ക് ഓൺലൈൻ. പിന്നെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ ഇതാണ് അഡ്വാൻറ്റേജ്. ഞങ്ങൾ എല്ലായിടത്തും നോക്കിയിട്ട് എവിടെയാണ് ഏറ്റവും ബെറ്റർ, കാരണം എക്സ്ചേഞ്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ആ എക്സ്ചേഞ്ചിന് മാറുന്നതിനനുസരിച്ച് കസ്റ്റമറിന് എവിടെയാണ്, ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാ ബാങ്കിലും ഒരേപോലത്തെ ആ ഒരു ഇതിന്റെ ബെനിഫിറ്റ് ആണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അവർക്ക് പാർഷ്യാലിറ്റി കാണിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല കസ്റ്റമറെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നാളെ 4 പേരോട് നെഗറ്റീവ് പറഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ് ആകും. അപ്പൊ അവരെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാമോ അത്രയും ഞങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനും ഞങ്ങൾ നോക്കും. പിന്നെ ഫോളോ അപ്പ്, ഈ വക കാര്യങ്ങളൊന്നും ബാങ്കിന്റെ സൈഡിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന എംപ്ലോയീസ് ആണ്, ഓണേഴ്സ് അല്ല. ഞങ്ങളെന്ന് പറഞ്ഞാല് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ കൂടാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എത്രയും നന്നായി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. എപ്പോഴും കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ആയിരിക്കും. So, like Rajan said, I can just add one more point in that. See, if you go to bank or I mean one person to other person, it goes file goes like this, and if you have an issue, you call, you are on hold. They'll put you on hold. They will say, okay, we'll check from this department. There's somebody get back to you and all that. But that you lose too much of time. Here we have something called personal touch. So that is for us, at least in this business, and we know that is very important because you feel more comfortable talking to a person straight away. If you have an issue, you can call and your call is answered straight away by person, not by computer or automated machines and all that. And we try to help whatever questions we can solve ASAP. We try to help customer explain to them. So that personal touch, I believe, is very important, for especially customer service business, because this is a customer service business. The personal touch is very important because when they are talking to us in their own language, that's another advantage. If people talk to me in Malayalam, they are getting a feeling comfort. True. Okay. It doesn't mean they don't know English, but they are the personal touch. Okay, comfortable, and they can share whatever their thoughts. Okay, and we know whatever the possible way, everything, whatever we know, we will explain to them. Okay, and that makes really comfort for the customers. And that's what they are continuously using our service. അപ്പം വേറൊരു ക്വസ്റ്റ്യൻ ആണ് റീഫിനാൻസിങ്. അപ്പം നമ്മള് എനിക്കിപ്പോ ഒരു ബാങ്ക് ത്രൂ ഹൗസ് ലോൺ ഉണ്ട്, എനിക്ക് അതിനകത്ത് നിന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ട്. സം റീസൺസ്, റീസൺസ്. അപ്പം അതിന് നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? റീഫിനാൻസ് ഇവിടെ ബാങ്കുകൾ ഒരുപാട് ബെനിഫിറ്റ്സും കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഹോം ചെയ്യുന്നതിനേക്കാൾ ഫസ്റ്റ് ഹോമിൽ പ്രത്യേകിച്ച് നമുക്ക് ബെനിഫിറ്റ്സ് ഇല്ല. ലോൺ ചെയ്യും, അത് കസ്റ്റമർക്ക് ആ പ്രോപ്പർ ടൈമിൽ ചെയ്യുന്നല്ലാതെ അഡീഷണൽ ക്യാഷ് ബാക്ക് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് റീഫിനാൻസിൽ. ഫോർ എക്സാമ്പിൾ അത് എല്ലാ ബാങ്കിലും ഇല്ല, ഓരോ ടൈം ടു ടൈം ഓരോ ബാങ്കുകൾ പ്രൊമോഷൻസ് ഇടും. ഇപ്പോൾ ആ പ്രൊമോഷൻ $4,000 ക്യാഷ് ബാക്ക് കൊടുക്കുന്നത് സെന്റ് ജോർജ് ബാങ്ക്. യെസ് ബാങ്ക് ഇപ്പോൾ 3,000 കൊടുക്കുന്നു, ANZ 3,000 കൊടുക്കുന്നു, NAB 2,000, CBI 2,000.
ഇതെല്ലാം റീഫിനാൻസുകാർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ. കാരണം ബാങ്ക് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് വേറൊരു ബാങ്കിൽ നിന്ന് ആളുകൾ വരാൻ വേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നു. ആ എഫേർട്ട് എടുത്താൽ ഞങ്ങൾ ഇത്ര പൈസ തരാം. റീഫിനാൻസ് ചെയ്തെന്ന് എഴുതിയിട്ട് നമുക്ക് പിന്നീട് അവിടെ ഫിക്സഡ് ലോൺ ആണെങ്കിൽ ആ ടൈം കഴിഞ്ഞിട്ടേ നമുക്ക് മാറാൻ പറ്റത്തുള്ളൂ. വേരിയബിൾ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ കണ്ടീഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ $4,000 ഇപ്പൊ നിങ്ങളുടെ ലോൺ തന്നെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ബാങ്ക് വെസ്റ്റ് ബാങ്ക് ഗ്രൂപ്പിലല്ലെങ്കിൽ, കാരണം വെസ്റ്റ് ബാങ്കിന്റെ അണ്ടറിൽ വരുന്നതാണ് സെന്റ് ജോർജ്, ബാങ്ക് ഓഫ് മെൽബൺ. ഈ ഗ്രൂപ്പിന് ഒഴികെ വേറെ ഏത് ബാങ്കിൽ നിന്ന് ലോൺ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ആ ഫണ്ട് $4,000 വിത്തിൻ 3 വീക്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അത് അവർ ഫ്രീ ആയിട്ട് തരുന്ന ഒരു പ്രൊമോഷനാണ്. അപ്പൊ നമ്മൾ ഈ റീഫിനാൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ടേ ഉള്ള പ്രോസസ്സ് തുടങ്ങണോ അതോ എളുപ്പമായിരിക്കും? ഇല്ല, രണ്ട് പ്രോസസ്സിങ്ങും ഏകദേശം ഒരുപോലെ. റീഫിനാൻസിനാണ് പിന്നെ നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ലോൺ സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇപ്പൊ നിങ്ങളുടെ ബാങ്കിൽ ലോൺ അടയ്ക്കുന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനകത്ത് നോക്കുമ്പോൾ നമ്മുടെ ബാങ്കിന് അത് അറിയാൻ പറ്റും കറക്റ്റ് പേയ്മെന്റ് പോകുന്നുണ്ടോ ഡീഫോൾട്ട് ഉണ്ടോ. അതിനുവേണ്ടി ആ ലോൺ സ്റ്റേറ്റ്മെന്റ് പ്രോസസ്സിംഗ് എല്ലാം വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെങ്കിൽ കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ഉണ്ട്. ഹിസ്റ്ററി എപ്പോഴും നമ്മളെ ക്രെഡിറ്റ് ഹിസ്റ്ററി ആണ് ഇതിന്റെ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി ബാഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ റീഫിനാൻസ് ഒന്നും ചെയ്യാതിരിക്കുന്നതല്ല. കാരണം അവിടെ നമ്മൾ പ്രോബ്ലം നമ്മളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കി അസസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുള്ളൂ. പിന്നെ റീഫിനാൻസ് ചെയ്യുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇൻ കേസിൽ റീഫിനാൻസ് ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയതിനു ശേഷമേ മറ്റേ ബാങ്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. അതുവരെ കുഴപ്പമൊന്നുമില്ല. റീഫിനാൻസ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ടൈം ഫ്രെയിമിന്റെ ആവശ്യമില്ല, കാരണം അത് ഓട്ടോമാറ്റിക്കായി നടന്നോളും. അതേസമയം ഫസ്റ്റ് ഹോം ആണെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ടൈം ഒരാൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കൂളിംഗ് ഓഫ് പീരീഡ് 42 ഡേയ്സ് ആ ടൈം കഴിയുന്നതിന്റെ ഉള്ളിൽ നമുക്കിത് പാസ്സാക്കി എടുത്തിരിക്കണം. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നത് ആരെങ്കിലും വീട് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവര് പ്രീ അപ്രൂവൽ എടുത്തു. അത് പ്രീ അപ്രൂവൽ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കപ്പാസിറ്റി എത്രയാണ്. സോ വി ക്യാൻ ഫൈൻഡ് എ ഹൗസ് അക്കോർഡിംഗ് ടു ദാറ്റ്. അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ നിങ്ങൾ പോയി 800,000 അഡ്വാൻസ് ഒരു ടോക്കൺ കൊടുത്തു, പിന്നെ എൻ്റെ അടുത്ത് ലോൺ വരുമ്പോൾ ഇവരുടെ സാലറിയും ഇവരുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് ഇവർക്ക് 800 വരെ പോകുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നേരെ വെച്ച് പ്രീ അപ്രൂവൽ കയ്യിലുണ്ടെങ്കിൽ we can easily we can do whatever things we want. So another I'll add one more point on that for refinance. For example, if you have your loan you've taken 5 years back, whatever bank it is, what happens then? For example, last 5 years rates have dropped massively, but banks are giving you only portion of that. So if you are stuck with one bank 100%, like 5 years back if you've done it, you are not getting full benefit. So it's just like a shop around. So by refinancing you have other options open, which whatever best deal you can get it. So instead of sticking with one bank for 5 years or 10 years, so that is advantage to customer, because this is a customer market now. Okay, that's good. അപ്പം നമ്മളോട് ഇത്രയും നേരം മോർഗേജിനെ പറ്റിയും മണി ട്രാൻസ്ഫറിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചതിന് താങ്ക് യു ബോത്ത് ഓഫ് യു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞങ്ങള് ഇവരുടെ ഒരു കസ്റ്റമറാണ്. വർഷങ്ങളായിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഞങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ട് ഇവര്. ഞങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും അവർ അന്നേരം പറഞ്ഞു തരും. എപ്പോഴും അത്രയും നല്ല ഒരു സർവീസാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇവരുടെ സ്ഥാപനത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ വെബ്സൈറ്റും പിന്നെ കോൺടാക്ട് നമ്പറും ഞങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വളരെയധികം ട്രസ്റ്റ് ചെയ്ത് മോർഗേജ് പിന്നെ മണി ട്രാൻസ്ഫറും പിന്നെ ട്രാവലും ഒക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാം. അപ്പം ഇവരുടെ സ്ഥാപനം ഞാൻ ഓൾറെഡി പറഞ്ഞു പെയ്ഡ് പ്രൊമോഷൻ അല്ല. അപ്പം ഞങ്ങൾക്ക് ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പം എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് ലാസ്റ്റ് പറയാനുള്ളത്? പ്രേക്ഷകരോടും ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾക്ക് കംഫർട്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ സർവീസ് ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു നിലവാരത്തിൽ മാത്രമേ ഞങ്ങൾ സർവീസ് കൊടുക്കുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. പൈസ അയക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ പൈസ ഉത്തരവാദിത്തത്തോടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ളത്. അയക്കുക മാത്രമല്ല, അത് ഫോളോ അപ്പ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്യുമ്പോൾ അത് ഫിക്സ് ചെയ്യും കൂടെ ഞങ്ങൾ ചെയ്യുന്നതാണ്.
വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ് വെച്ചാല് ഞങ്ങള് പിന്നെ സർവീസ് ഫീ കുറവാണ്, പിന്നെ നല്ല എക്സ്ചേഞ്ച് റേറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി കമ്പയർ ചെയ്തിട്ടാണ് പൈസ അയക്കാറ് സാധാരണ. അപ്പം ഇവരുടെ സ്ഥാപനത്തിലൂടെ അയക്കുന്നത് വളരെ കംഫർട്ടായി തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ മോള് വിദേശത്ത് പഠിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ റെഗുലർ ആയിട്ട് പൈസ അയക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സർവീസ് ഒക്കെ ഏറ്റവും ബെറ്റർ എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടോക്ക് ഇന്റർവ്യൂ എന്ന് പറയാനില്ല. I can just say one word. I mean, we are here for you guys. You have any question, you can call us, and we are 24/7 available to help you guys out. Because since all these years, I mean, our customer is our everything. They have given us trust, so much love, and we want to give them back. Yes. The trust they want, the satisfaction, whatever. I mean, we are here for you, here to help you out. അതുപോലെ ഓസ്ട്രേലിയയിലെ എല്ലാ കോർണറിലും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. എവിടെ ചെന്നാലും 1-2 പേരെ കാണുമ്പോൾ അവർ ഞങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അപ്പം ഇന്നത്തെ ഈ ഇന്റർവ്യൂ എല്ലാം നമ്മളൊരു ടോക്ക് ആയിട്ടാണ് ചെയ്തത്. അത് നല്ല ഇവിടെ നിർത്തുന്നു. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് എങ്കിൽ മാത്രമേ തുടർന്നും യുവ പ്രൊമോഷൻസും യുവ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു. നമസ്കാരം.